إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يوم تقلب وجوههم في النار يقولون يا ليتنا أطعنا الله وأطعنا الرسول സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തഖിയും മുഅ്മിനുമായി ജീവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ 2-3 ഖുത്ബകളിലായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരാണെന്നും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെ സ്നേഹിക്കണമെന്നും പ്രമാണബദ്ധമായി നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു. പ്രവാചകനോടുള്ള സ്നേഹം നമ്മളിൽ എത്രത്തോളമുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും ഒരാത്മപരിശോധന നടത്തേണ്ട ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രവാചക സ്നേഹം ഒരു പ്രകടനപരതയായി മാറിക്കൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചോദിക്കണം, എനിക്ക് എത്രത്തോളം എൻ്റെ പ്രവാചകനോട് സ്നേഹമുണ്ട്. സ്നേഹമുണ്ട് എന്ന് പറയുന്നവരിൽ കാണുന്ന ചില അടയാളങ്ങൾ മഹാരഥന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇത് നമ്മളിലുണ്ടോ? നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ടതുണ്ട്. മഹാനായ ഇമാം ഖാദി ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നൊരു വാചകമുണ്ട്, യഅലം, നിങ്ങൾ അറിയണം, നിങ്ങൾ പഠിക്കണം, അന്നമൻ അഹബ്ബ ശൈഅൻ, നീ എന്തിനെയാണോ ഇഷ്ടപ്പെടുന്നത്, നീ ആരെയാണോ ഇഷ്ടപ്പെടുന്നത്, ആസറഹു, നമ്മൾ ആരെ ഇഷ്ടപ്പെടുന്നോ അവർക്ക് നമ്മൾ മുൻഗണന കൊടുക്കും. അങ്ങനെ ഒരു മുൻഗണന നമ്മൾ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുന്ന പ്രവാചകനോട് അദ്ദേഹത്തിൻ്റെ ആശയത്തെ, ആദർശത്തെ, വാക്കുകളെ ജീവിതം കൊണ്ട് മുൻഗണന കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ നമ്മൾ പരിശോധിക്കണം. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, വഇല്ലാ ലം യകുൻ സ്വാദിഖൻ ലിഉബ്ബിഹി വകാന മുദ്ദഇയ, സത്യത്തിൽ അങ്ങനെ ഒരു പ്രാമുഖ്യം, ഒരു പ്രാധാന്യം പ്രവാചകന് കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ നീ പറയുന്ന സ്നേഹം അത് സത്യസന്ധമായ സ്നേഹമല്ല.
ഫസ്വാദിഖു ഫീ ഹുബ്ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നതിൽ സത്യസന്ധത കാണിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം മൻ തദ്ഹറു അലാമതു ദാലിക്, ചില അടയാളങ്ങളിൽ വ്യക്തമായി അവന് കാണാൻ കഴിയും. ആ അടയാളങ്ങൾ നമ്മളിൽ ഉണ്ടോ എന്ന് പരിശോധിക്കണം. അതിൽ ഒന്നാമത്തെ അടയാളമായി ഖാദി ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് അൽ-ഇഖ്തിദാഉ ബിഹി, പ്രവാചകനെ പിൻപറ്റുക എന്നതാണ്. നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ പിൻപറ്റണം. 2 വൽ-ഇസ്തിഅമാലു സുന്നത്തിഹി, പ്രവാചകന്റെ ചര്യകളെ നമ്മൾ അമലാക്കലാണ്. കുറേ സുന്നത്തുകൾ നമ്മൾ പറഞ്ഞു പോകുന്നു എന്നതിനപ്പുറത്തേക്ക് അത് അമലാക്കാൻ നമുക്ക് എത്രത്തോളം സാധിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം. 3 വത്തിബാഉ അഖ്വാലിഹി വഅഫ്ആലിഹി, പ്രവാചകന്റെ വാക്കുകളും പ്രവർത്തനങ്ങളും പിൻപറ്റലാണ്. വംതിസാലു അവാമിരിഹി, പ്രവാചകന്റെ കൽപ്പനകളെ നെഞ്ചേറ്റുകയും വജ്തിനാബു നവാഹിഹി, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ച കാര്യങ്ങളെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ തിരിച്ചറിയുക, നമ്മൾ പ്രവാചകനോട് സ്നേഹമുള്ളവരാണ്. ആ സ്നേഹത്തിൻ്റെ അടയാളങ്ങൾ നമ്മളിലുണ്ട്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റണമെന്നും ആ പ്രവാചകനിൽ നിങ്ങൾക്ക് ഉദാത്തമായ മാതൃകയുണ്ട് എന്നും പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തു അഹ്സാബിൽ നമുക്കെല്ലാവർക്കും സുപരിചിതമായൊരു വചനമാണ് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിങ്ങൾക്ക് ഉദാത്തമായ മാതൃകയുണ്ട്. ഏതു മേഖലയിൽ? എല്ലാ മേഖലയിലും. അതാണ് ഇസ്ലാമിൻ്റെ പ്രത്യേകത. അതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകത. അടുക്കള മുതൽ, ഉറക്കിൽ നിന്ന് എഴുന്നേറ്റത് മുതൽ ആ ഉറക്കിലേക്ക് തിരിച്ചു പോകുന്നതിനിടയിൽ ഒരു മനുഷ്യൻ്റെ ഏതൊക്കെ മേഖലകളിൽ അവൻ ഇടപെടുന്നുണ്ടോ അവിടെയെല്ലാം പ്രവാചകന്റെ ഉദാത്തമായ മാതൃകയുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് വീണ്ടും പറയുന്നു, ആർക്കാണുള്ളത്? ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ, അല്ലാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ, നാളെ പാരത്രിക ലോകം, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്, ആ ജീവിതത്തിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, നാളെ റബ്ബിനെ കോടതിയിൽ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ, അവർക്കാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉദാത്തമായ മാതൃകയുള്ളത്. അല്ലാത്തവർക്കൊന്നും മാതൃക ഉണ്ടാവില്ല. എനിക്ക് മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്, എനിക്ക് സ്വർഗം കിട്ടണം, നരകത്തുനിന്ന് രക്ഷപ്പെടണം എന്ന് ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉദാത്തമായ മാതൃകയുണ്ട്. അതൊന്നുമില്ലേ? ഒരിക്കലും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല ജീവിതങ്ങളെക്കുറിച്ചും അയാൾക്ക് സംശയമായിരിക്കും. അയാളുടെ ബുദ്ധിക്ക് യോജിക്കൂല, അങ്ങനെ പ്രശ്നം ഉണ്ടാകും. അതെന്താ? ഇത് രണ്ടും ഇല്ലാത്തത് കൊണ്ടാണ്. മാത്രമല്ല ഖുർആൻ പറയുന്നുണ്ട്, വദക്കറല്ലാഹ കസീറ, ധാരാളമായി അള്ളാഹുവിനെ ഓർക്കുന്നവനും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉദാത്തമായ മാതൃകയുണ്ട്. ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നൊരു വാചകമുണ്ട്. ആദിഹിൽ ആയ, ഈ ആയത്ത് അസ്ലുൻ കബീറുൻ, ഒരു വലിയ തത്വമാണ്. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് ഫി തഅസീബി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി അഖ്വാലിഹി വ അഫ്ആലിഹി വ അഹ്വാലിഹി, ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും എല്ലാ വിഷയത്തിലും മുഹമ്മദ് നബിയിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട്. ആ മുഹമ്മദ് നബിയെ നിങ്ങൾ പിൻപറ്റണം, അനുധാവനം ചെയ്യണമെന്നാണ് ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. കാരണം പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, വമക്കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിന, ഒരാളും സത്യവിശ്വാസിയോ സത്യവിശ്വാസിനിയോ ആവുകയില്ല. ഇദാ ഖലല്ലാഹു വ റസൂലുഹു അംറ, അല്ലാഹുവും അവൻ്റെ റസൂലും ഒരു കാര്യം തീരുമാനിച്ചാൽ അയ്യകൂന ലഹുമുൽ ഖീറത്തു മിൻ അംരിഹിം, ആ കൽപ്പനയോട്, ആ തീരുമാനത്തോട് വെറുപ്പുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ മുഅ്മിനല്ല, അയാൾ മുഅ്മിനല്ല, അയാൾ മുഅ്മിനത്തല്ല. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ ഒരു കാര്യം നമ്മുടെ മുന്നിലേക്ക് വരുന്നു, ഭൗതികമായൊരു വിഷയം നമ്മുടെ മുന്നിലേക്ക് വരുന്നു, നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിധിക്കല്ല, വ്യക്തിപരമായ താല്പര്യങ്ങൾക്കാണ്, നമ്മുടെ ഇഷ്ടങ്ങൾക്കാണ്, നമ്മുടെ തന്നിഷ്ടങ്ങൾക്കാണ്.
നമ്മുടെ അഭീഷ്ടങ്ങൾക്കാണ് നമ്മൾ താല്പര്യവും മുൻഗണനയും കൊടുക്കുന്നത്. അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ ഈമാൻ അവിടെ പൂർത്തീകരിക്കപ്പെടുമോ എന്നത്. വളരെ ഗൗരവതരമായ ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് വമൻ യഅസില്ലാഹ വറസൂല, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നതിന് പകരം ആ പ്രവാചകനെയും റബ്ബിനെയും ധിക്കരിച്ചുകൊണ്ട് ആരാണോ ജീവിക്കുന്നത് ഫഖദ് ളല്ല വലാലം മുബീന, അവൻ വ്യക്തമായ വഴികേടിലാണ്. ഞാനല്ല പറയുന്നത്, മനുഷ്യനെ സൃഷ്ടിച്ച, മനുഷ്യൻ്റെ മനസ്സിനെ സൃഷ്ടിച്ച ഏകനായ പടച്ച റബ്ബ് നമ്മളെ പഠിപ്പിക്കുന്നു. സൂറത്തു ഹശ്റിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് വമാ അതാകുമുർ റസൂൽ ഫഖുദു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മതമായി എന്തൊക്കെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ അത് മുഴുവനും നിങ്ങൾ സ്വീകരിക്കണം. വമാ നഹാകും മിൻഹു ഫൻതഹു. ആ പ്രവാചകൻ എന്തൊക്കെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും മതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും ഒഴിവാക്കാൻ വേണ്ടി നമ്മളോട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ ഒഴിവാക്കണം. ഇത് മുഴുവനും മുന്നിൽ വെച്ചുകൊണ്ട് മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നൊരു വാചകമുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട് നളർതു ഫിൽ മുസ്ഹഫ്, പരിശുദ്ധ ഖുർആൻ ഞാൻ പാരായണം ചെയ്തു, ഞാൻ ഒരുപാട് പാരായണം ചെയ്തു. അങ്ങനെ ഞാൻ കണ്ടെത്തിയ ചില വസ്തുതകളുണ്ട്. ഫവജത്തു ത്വാഅത്തർ റസൂൽ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുക എന്നതിനെ ഞാൻ കണ്ടു. എങ്ങനെ കണ്ടു? ഫീ സലാസത്തിൻ വസലാസീന മൗളിഅ, 33 സ്ഥലങ്ങളിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾ പിൻപറ്റണം, അനുസരിക്കണം, അനുധാവനം ചെയ്യണമെന്ന് പരിശുദ്ധ ഖുർആനിൽ ഞാൻ കണ്ടു. ഇത് പറഞ്ഞിട്ട് മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി വിശുദ്ധ ഖുർആനിലെ ഒരു വചനം പാരായണം ചെയ്യുന്നുണ്ട്. അതേതാണ്? ഫല്യഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി അൻ തുസീബഹും ഫിത്നതുൻ ഔ യുസീബഹും അദാബുൻ അലീം. ഫല്യഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനക്ക് എതിരാകുന്നവർ സൂക്ഷിച്ചു കൊള്ളട്ടെ. അൻ തുസീബഹും ഫിത്ന, അവരെ ഫിത്ന പിടികൂടുന്നത് അവർ സൂക്ഷിച്ചു കൊള്ളട്ടെ. എന്നിട്ട് വീണ്ടും പറഞ്ഞു അയുസീബഹും അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷ അവരെ പിടികൂടുന്നതും അവർ സൂക്ഷിച്ചു കൊള്ളട്ടെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരാൾ, ആ പ്രവാചകന്റെ കൽപ്പനയെ ഒരാൾ ആ കൽപ്പനക്കെതിരായി കഴിഞ്ഞാൽ അയാളിൽ വരാനുള്ള ഫിത്ന എന്താണ്? ഒന്നാമത്തെ ഫിത്ന ശിർക്കാണ്, രണ്ടാമത്തെ ഫിത്ന കുഫറാണ്, മൂന്നാമത്തെ ഫിത്ന ബിദ്അത്താണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി വളരെ വ്യക്തമായി ഈ വിഷയം ഒരു കിതാബിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ ധിക്കരിച്ചാൽ നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമ്മുടെ കുടുംബ ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും നമുക്ക് ഫിത്ന ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് പരിശുദ്ധ ഖുർആനാണ് പറയുന്നത്. മാത്രമല്ല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്യാതെ, പിൻപറ്റാതെ, അനുസരിക്കാതെ നമ്മൾ ജീവിച്ചാൽ നാളെ പാരത്രീക ലോകത്ത് എരിപൊഴികൊള്ളുന്ന വെയിലത്ത് നമ്മൾ പറയും യൗമ യഹുദ്ദു ദ്വാലിമു അലാ യദൈ, നാളെ വിരല് കടിച്ചിട്ട് നമ്മൾ പറയും, എന്താ പറയാ? യാ ലൈതനി ഇത്തഖത്തു മഅർ റസൂലി സബീല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്ദരമായ മാർഗം എൻ്റെ മുന്നിലുണ്ടായിരുന്നു, ഞാൻ ആ മാർഗം സ്വീകരിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായേനെ. ആ മാർഗം സ്വീകരിക്കാത്തത് കൊണ്ടല്ലേ ഞാൻ ഈ പാരത്രിക ലോകത്ത് വിരല് കടിക്കേണ്ടി വരുന്നത് എന്ന് ഖേദം, ദുഃഖം നാളെ പാരത്രിക ലോകത്ത് അള്ളാഹുവിൻ്റെ റസൂലിനെ ധിക്കരിച്ചാൽ നമ്മൾ അനുഭവിക്കേണ്ടി വരുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല സഹോദരങ്ങളെ, ഞാൻ ഓതി വെച്ച ആയത്ത് യൗമ തുഖല്ലബു വുജൂഹുഹും ഫിന്നാർ, നരകത്തിലേക്ക് മുഖം കുത്തി വീഴുന്നവരെ കുറിച്ച് പറയുന്നിടത്ത് അള്ളാഹു പറയുന്നുണ്ട്, നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നവർ അവർ പറയും, എന്തു പറയും? യാ ലൈതനാ അതഇനല്ലാഹ് വഅതഇന റസൂല. അവര് പറയും, നരകത്തിന്റെ തീ വന്ന് ശരീരത്തെ കാർന്നു തിന്നുമ്പോ, മനുഷ്യന്റെ ശരീരത്തെ കരിച്ചു കളയുമ്പോൾ, മനുഷ്യന്റെ മുഖത്തെ കരിച്ചു കളയുമ്പോൾ, മനുഷ്യന്റെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും നരകത്തിന്റെ തീതന്ന് തിന്നുകൊണ്ടിരിക്കുമ്പോൾ സഹിക്കവയ്യാതെ അവൻ പറയും അതഇനല്ലാഹ് വഅതഇന റസൂല, ഞാൻ എൻ്റെ റബ്ബിനെയും ഞാൻ എൻ്റെ കരളിന്റെ കഷ്ടമായ പ്രവാചകനെയും അനുസരിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായേനെ. അനുസരിക്കാത്തത് കൊണ്ടാണ് ഈ നരകം ഞാൻ ഏറ്റുവാങ്ങേണ്ടി വന്നത്, ഈ തീ ഞാൻ അനുഭവിക്കേണ്ടി വന്നത്, ഈ ചൂട് ഞാൻ ഏൽക്കേണ്ടി വന്നത്.
എന്ന് നരകത്തിൽ കിടന്ന് വിലപിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ ആ വിലപിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ പൊട്ടുകൂടാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ റസൂലിനെ അനുസരിച്ചാൽ നമുക്ക് ലഭിക്കുന്ന ചില നേട്ടങ്ങളുണ്ട്. അതിലൊന്നാമത്തെ നേട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ അമലുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നതിലൂടെ മാത്രമാണ്. നമുക്കറിയാം, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. നമ്മുടെ കൽപ്പനയില്ലാത്ത ഒരു കാര്യം അതാര് ചെയ്താലും അത് അല്ലാഹു സ്വീകരിക്കുന്നതല്ല, അത് തള്ളിക്കളയും. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. നമ്മുടെ കൽപ്പനയില്ലാത്ത, നാം പഠിപ്പിക്കാത്ത ഒരു കാര്യം മതത്തിന്റെ പേരിൽ ആര് ചെയ്താലും അത് തള്ളിക്കളയും. അത് പണ്ഡിതൻ പറഞ്ഞാലും, അത് നേതാവ് പറഞ്ഞാലും, അത് ഉസ്താദ് പറഞ്ഞാലും, ആര് പറഞ്ഞാലും അള്ളാന്റെ റസൂല് പഠിപ്പിക്കാത്തൊരു കർമ്മമാണോ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ റസൂലിനെ അനുസരിച്ചാൽ മാത്രമേ നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. എങ്ങനെ നിസ്കരിക്കണം? അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ. എങ്ങനെ നോമ്പെടുക്കണം? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ. എങ്ങനെ ഹജ്ജ് ചെയ്യണം? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ. എങ്ങനെ മുസ്ലിമായി ജീവിക്കണം? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ. സൂറത്തുൽ മുൽക്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഒന്നാമത്തെ ആയത്ത്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത് ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. മരണത്തെയും ജീവിതത്തെയും അല്ലാഹു സൃഷ്ടിച്ചത് നിങ്ങളിലാരാണ് ഏറ്റവും നന്നായി അമൽ ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടിയാണ്. ഏറ്റവും നല്ല അമൽ എന്നതിനെ മഹാനായ ഫുളൈൽ ഇബ്നു അയ്യാദ് റഹ്മത്തുള്ളാഹി അലൈഹി അതിന് തഫ്സീർ കൊടുക്കുന്നത് രണ്ടർത്ഥമാണ്. ഏറ്റവും നല്ല അമൽ എന്ന് പറഞ്ഞാൽ അഖ്ലസുൽ അമൽ വ അസ്വബുഹു. അഖ്ലസുൽ അമൽ വ അസ്വബുഹു, ഇത് രണ്ടുണ്ടെങ്കിൽ മാത്രമേ ആ അമല് അഹ്സനുൽ അമലാകുള്ളൂ. എന്താ അഖ്ലസ്? അഖ്ലസ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കൂലി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന അമൽ. അസ്വബ് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നതുപോലെ ചെയ്യുന്ന അമൽ, അതിനാണ് അസ്വബ് എന്ന് പറയുന്നത്. ഇത് രണ്ടും ഇല്ലെങ്കിൽ ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല അമലുകൾ സ്വീകരിക്കുകയില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിനെ ഇത്തിബാ ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ഒന്നാമത്തെ ഗുണം നമ്മുടെ അമലുകളെല്ലാം അള്ളാഹു സ്വീകരിക്കുന്നു എന്നാണ്. അങ്ങനെ സ്വീകരിക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസാഇരിൽ മുഅ്മിനീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തഖിയും മുഅ്മിനുമായി ജീവിക്കണമെന്ന് ഒന്നുകൂടി ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇത്തിബാ ചെയ്യുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു നേട്ടം നമ്മൾ പറഞ്ഞു. രണ്ടാമത്തെ നേട്ടം, അള്ളാഹുവിൻ്റെ റസൂലിനെ അനുസരിക്കുക എന്നത് അത് യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ അനുസരിക്കലാണ്. അത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകണം. റസൂലിനെ അനുസരിച്ചവനെ അള്ളാഹുവിനെ അനുസരിച്ചവനെന്നാണ് പരിശുദ്ധ ഖുർആൻ അങ്ങനെയാണ് അഭിസംബോധന ചെയ്യുന്നത്. സൂറത്തുൻ നിസായിൽ നമുക്ക് കാണാം, മൻ യുതിഇർ റസൂല ഫഖദ് അതാ അല്ലാഹ്. അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരാണോ അനുസരിച്ചത് അവൻ അള്ളാഹുവിനെ അനുസരിച്ചു. അപ്പം നമ്മുടെ നബിയെ അനുസരിക്കുക എന്നത് അള്ളാഹുവിനെ അനുസരിക്കുന്നതിന് തുല്യമാണ് എന്നാണ് ഈ വചനങ്ങളൊക്കെയും നമ്മളെ പഠിപ്പിക്കുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മതപരമായി എന്തൊരു കാര്യം പറയുകയാണെങ്കിലും അത് വഹയിൻ്റെ പിൻബലത്തോടു കൂടിയല്ലാതെ നബിതങ്ങൾ മതപരമായ ഒരു കാര്യവും നമ്മളോട് സംസാരിക്കാറില്ല, നമ്മളോട് സംസാരിച്ചിട്ടില്ല. മൂന്നാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ചവന് മാത്രമാണ് അള്ളാഹു ഹിദായത്ത് നൽകുകയുള്ളൂ. യഥാർത്ഥ മാർഗത്തിൽ ജീവിക്കാൻ നബിതങ്ങളെ അനുസരിക്കണമെന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. സൂറത്തു അറാഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫആമിനു ബില്ലാഹി വറസൂലിഹി നബിയിൽ ഉമ്മിയില്ലദീ യുഅ്മിനു ബില്ലാഹി വകലിമാതിഹി. നിങ്ങൾ അല്ലാഹുവിലും അവന്റെ റസൂലിലും നിങ്ങൾ വിശ്വസിക്കണം. ഏത് റസൂലിൽ? നിരക്ഷരനായ
അള്ളാഹുവിൽ വിശ്വസിച്ച, അവന്റെ കലിമത്തിൽ വിശ്വസിച്ച മുഹമ്മദ് നബിയിൽ നിങ്ങൾ വിശ്വസിക്കണം, അള്ളാഹുവിലും വിശ്വസിക്കണം. വീണ്ടും പറയുന്നു, വത്തബിഊ, നിങ്ങൾ മുഹമ്മദ് നബിയെ പിൻപറ്റണം. എന്തിനാണത്? ലഅല്ലക്കും തഹ്തദൂൻ, നിങ്ങൾക്ക് ഹിദായത്ത് ലഭിക്കാൻ, സന്മാർഗം ലഭിക്കാൻ, ഏറ്റവും നല്ല ജീവിത രീതി നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങൾ മുഹമ്മദ് നബിയെ അനുസരിക്കണം. 3 കാര്യങ്ങൾ പറഞ്ഞു. 4ാമത്തെ കാര്യം, സത്യവിശ്വാസികളുടെ ഗുണമാണ് അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിക്കുക എന്നത്. ഇന്നമാ കാന ഖൗലുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ വാക്കെന്ന് പറഞ്ഞാൽ ഇദാ ദുഉ ഇലല്ലാഹ് വറസൂലിഹി, അള്ളാഹുവിലേക്ക് വരണം, അവന്റെ റസൂലിലേക്ക് വരണമെന്ന് ആരെങ്കിലും വിളിക്കപ്പെട്ടാൽ, ലിയഹ്കുമ ബൈനഹും, അവർക്കിടയിൽ ഒരു വിധി പറയാൻ അള്ളാഹുവിലേക്കും റസൂലിലേക്കും വരണമെന്ന് പറഞ്ഞാൽ അവര് പറയും, സമിഅനാ വഅതഅനാ, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുസരിച്ചു. അള്ളാഹ് ഇന്നതാണ് പറഞ്ഞത്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ ഇന്നതാണ് പറഞ്ഞത്, സമിഅനാ വഅതഅനാ, ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു. വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയികൾ. ഇത് ആരുടെ പ്രത്യേകതയാണ്? മുഅ്മിനീങ്ങളുടെ പ്രത്യേകതയാണ്. 5ാമത്തത്, ആരെങ്കിലും അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ അവൻ റസൂലിനെ ഇത്തിബാ ചെയ്യും. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണം. അപ്പം അള്ളാഹുവിനോടുള്ള സ്നേഹം ഹൃദയത്തിലുള്ളവർ അള്ളാഹുവിൻ്റെ റസൂലിനെ അനുസരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 6ാമത്തെ കാര്യം, അള്ളാഹുവിൻ്റെ റസൂലിനെ അനുസരിക്കുക വഴി നമുക്ക് ലഭിക്കുന്ന ആറാമത്തെ ഫായിദ, യഗ്ഫിർ ലക്കും ദുനൂബക്കും, നമ്മുടെ പാപങ്ങളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരും. 7ാമത്തെ കാര്യം, വഅതീഉല്ലാഹ് വറസൂൽ, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം, റസൂലിനെ അനുസരിക്കണം. എന്തിനാണ്? ലഅല്ലക്കും തുർഹമൂൻ, അള്ളാഹുവിന്റെ കാരുണ്യം നിങ്ങൾക്ക് ലഭിക്കാനാണ്. നിങ്ങൾ നോക്കൂ, ഒരു സെക്കൻഡ് അള്ളാഹിന്റെ കാരുണ്യമില്ലാതെ നമുക്കിവിടെ ജീവിക്കാൻ പറ്റുമോ പ്രിയപ്പെട്ടവരെ? ഞാൻ എന്നും പറയലുണ്ട്, 37 വയസ്സുകാരിയായ ഒരു ചെറുപ്പക്കാരി, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 37 വയസ്സുകാരി കഴിഞ്ഞ ദിവസമാണ് മരിച്ചത്. അന്നനാളം ക്യാൻസർ വന്ന് ചുരുങ്ങിപ്പോയി. എന്നിട്ട് 60ഓളം കിലോ ഉള്ളൊരു പെണ്ണ്, 37 വയസ്സുള്ള സഹോദരി 22 കിലോയിലേക്ക് ചുരുങ്ങിപ്പോവാണ്. ആൾക്കാർക്ക് കാണാൻ പറ്റുന്നില്ല, ഒരിറ്റ് വെള്ളം ഉള്ളിലോട്ട് ഇറക്കാൻ പറ്റുന്നില്ല. അള്ളാഹുവിന്റെ കാരുണ്യമില്ലാതെ ഒരു സെക്കൻഡ് പോലും നമുക്കാർക്കും ജീവിക്കാൻ പറ്റൂല. എന്തൊക്കെ മാരക രോഗങ്ങളുമായി ജീവിക്കുന്നവർ നമുക്കിടയിലുണ്ട്. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ, നമ്മുടെ മക്കളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. മാരക രോഗങ്ങളാണ് ഇതൊക്കെയും. അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് നമ്മൾ രക്ഷപ്പെട്ടു പോരുന്നത്. അവന്റെ കാരുണ്യമില്ലാതെ ഒരു സെക്കൻഡ് പോലും നമുക്കിവിടെ ജീവിക്കാൻ സാധ്യമല്ല. ആ കാരുണ്യം കിട്ടാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് അള്ളാഹുവിനെ അനുസരിക്കണം, റസൂലിനെ അനുസരിക്കണമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചത്. 8ാമത്തെ കാര്യം, അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിച്ചാൽ, നബിതങ്ങളെ അനുസരിച്ചു കഴിഞ്ഞാൽ ഫഖദ് ഫാസ ഫൗസൻ അദീമ, അതാണ് ദുനിയാവിലും ആഖിറത്തിലും ഏറ്റവും വലിയ വിജയം കിട്ടാനുള്ള മാർഗം. 10ാമത്തെ കാര്യം, വമയ്യുതിഇല്ലാഹ വറസൂലഹ, ആരാണോ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നത്, യുദ്ഖിൽഹു ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, തായ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗമാണ് അവന് ലഭിക്കുന്നത്. ഈ 10 ഗുണങ്ങളും ഈ 10 നന്മകളും നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ കരളിന്റെ കഷ്ടമായ പ്രവാചകനെ സ്നേഹിക്കുന്നു എന്നത്, ആശിക്കേ റസൂൽ എന്നത് വാഹനത്തിന്റെ മുകളിൽ, വീടിന്റെ മുകളിൽ എഴുതിയൊട്ടിച്ചത് കൊണ്ട് കാര്യമില്ല. അത് ജീവിതത്തിലേക്ക് ചേർത്തു വെക്കണം. അങ്ങനെ ചേർത്തു വെച്ചാൽ ഈ നന്മകളെല്ലാം നമ്മളിലുണ്ടാകും. അത് വർഷത്തിൽ ഒരു ദിവസം മാത്രം പ്രവാചക സ്നേഹം പ്രകടിപ്പിച്ചത് കൊണ്ട് മാത്രം ആ പ്രവാചക സ്നേഹം ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാവുകയില്ല, സാക്ഷാത്കരിക്കപ്പെടുകയില്ല എന്ന കൃത്യമായ ബോധമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം കരളിൻ്റെ കഷ്ണമായ പ്രവാചകന്റെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കണമെന്നാണ്. അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിപ്പിച്ചു, വമയ്യുതിഇല്ലാഹ വറസൂൽ, അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നവരാരാണോ ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്വാലിഹീൻ, സിദ്ദീഖുകളുടെ കൂടെ, ശുഹദാക്കളുടെ കൂടെ, സ്വാലിഹീങ്ങളുടെ കൂടെ സ്വർഗത്തിലാണ്. വഹസുന ഉലൈക റഫീഖ, അവരെത്ര നല്ല കൂട്ടുകാരാണ്. പ്രവാചകന്മാരെ കൂട്ടുകാരായി കിട്ടി സ്വർഗത്തിൽ പ്രവേശിക്കണം. ഇതല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്? അത് ലഭിക്കണമെങ്കിൽ ഈ നന്മകൾ നമ്മളിൽ ഉണ്ടാകണം. അങ്ങനെ ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കളുടെ ഖബറുകൾ അള്ളാഹു സ്വർഗത്തിൻ്റെ പൂങ്കാവനമാക്കി മാറ്റിക്കൊടുക്കുമാറാകട്ടെ.
അവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളിൽ നിന്ന് അല്ലാഹു കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിൽ മുസ്ലിമായതിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന 10,000-കണക്കിന് സഹോദരങ്ങളുണ്ട്. അവർക്ക് അല്ലാഹു രക്ഷയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഫലസ്തീനിൻ്റെ മണ്ണിൽ വീണ് പടയുന്ന മക്കൾക്ക് രക്ഷയും സമാധാനവും സുരക്ഷിതത്വവും നിർഭയത്വവും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا رب.